Morning to all. Today we are going to study chapter 1, where to look from. എവിടെ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ. ഒന്നാമത്തെ പാഠം എടുക്കാൻ പോവാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ആ പാഠഭാഗം എടുക്കാതിരുന്നത്. ചെറിയ ഒരു പാഠമാണ്, ടെക്സ്റ്റിൽ തന്നെ കാര്യമായിട്ട് ചെയ്യാനുള്ളതുള്ളൂ. ഇത് Our teacher told us to draw a picture of a car. We all drew the car differently. Next day, when we showed our pictures to each other, we were very excited, but Anshul started laughing. He was looking at Dheeraj's drawing of a car. ഒരു ദിവസം അവരുടെ ടീച്ചർ അവരോടൊരു കാറിൻ്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. എല്ലാവരും കാറിൻ്റെ ചിത്രം വരച്ചു. പിറ്റേ ദിവസം അത് കൊണ്ടുവന്ന് എല്ലാവരും കാണിച്ചു. അപ്പോൾ എന്താണ് അവർക്ക് വെൻ വി ഷോഡ് അവർ പിക്ചേഴ്സ് ടു ഈച്ച് അതർ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. വി വർ വെരി എക്സൈറ്റഡ്, അവർക്ക് അത്ഭുതം തോന്നി. ബട്ട് അൻഷുൽ സ്റ്റാർട്ടഡ് ലാഫിങ്, അൻഷുൽ എന്ന് പറയുന്ന കുട്ടി ചിരിക്കാൻ തുടങ്ങി. ഹി വാസ് ലുക്കിംഗ് അറ്റ് ധീരജ് ഡ്രോയിങ് ഓഫ് എ കാർ. എന്തിനാണ്? ധീരജിൻ്റെ കാറിൻ്റെ ചിത്രം കണ്ടിട്ടാണ് അവരൊക്കെ ചിരിക്കാൻ തുടങ്ങിയത്. റൈറ്റ് സൈഡിൽ ധീരജ് അൻഷുൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ധീരജിൻ്റെ ചിത്രം കണ്ടോ? എല്ലാവരോടും കാറിൻ്റെ ചിത്രമാണ് ടീച്ചർ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ധീരജ് വരച്ചത് ധീരജിന് എഴുതിയതിൻ്റെ ചുവട്ടിലുള്ള കാറും, അൻഷുൽ വരച്ചത് അൻഷുലിന് എഴുതിയ ആ കാറും. അപ്പോൾ ധീരജിൻ്റെ ചിത്രം കണ്ടിട്ടാണ് അവരൊക്കെ ചിരിക്കുന്നത്. അൻഷുൽ സെഡ്, ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ സ്മാൾ ബോക്സ് കെപ്റ്റ് ഇൻ എ ബിഗ്ഗർ വൺ. ദെൻ അൻഷുൽ ഷോഡ് ഹിസ് ഡ്രോയിങ് ടു ധീരജ്. അൻഷുൽ പറയാണ്, വലിയ പെട്ടിയുടെ ഉള്ളിൽ ഒരു ചെറിയ പെട്ടി വെച്ചതുപോലെ, അങ്ങനെയാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്. വലിയ ഒരു ബോക്സ്, അതിനുള്ളിൽ ഒരു ചെറിയ ബോക്സ് വെച്ചതുപോലെയാണ് നിന്റെ ചിത്രം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അത് പറഞ്ഞിട്ടാണ് അവർ ചിരിക്കുന്നത്. കാറ് വരയ്ക്കാൻ പറഞ്ഞത് നീ അങ്ങനെയാണോ വരച്ചത്? രണ്ടുപേരും ഒരേ കാറ് തന്നെയാണ് വരച്ചിരിക്കുന്നത്, പക്ഷേ വേറെ വേറെ രീതിയിലാണ്. എന്നിട്ട് അൻഷുൽ വരച്ചത് ധീരജിന് കാണിച്ചു കൊടുത്തു. ബോത്ത് ഓഫ് ദം ഡ്രൂ ദ പിക്ചർ ഓഫ് ദ സെയിം കാർ, ബട്ട് ദ ഡ്രോയിങ്സ് ലുക്ക് ഡിഫറെൻറ്റ്. രണ്ടുപേരും ഒരേ കാർ തന്നെയാണ് വരച്ചിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ രൂപം വളരെയധികം വ്യത്യസ്തമാണ്. നിങ്ങളെല്ലാവരും ഓരോ കാറിൻ്റെ ചിത്രം വരച്ച് നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും വരയ്ക്കുന്ന കാറും ഒരേ രീതിയിലും ഒരേ ആകൃതിയിലും ആയിരിക്കുമോ? ചിലവരതിൻ്റെ വേറെ വശങ്ങളായിരിക്കും വരച്ചിട്ടുണ്ടാവും. ഇതിവിടെ ധീരജ് വരച്ചത് കാറിൻ്റെ വേറൊരു രൂപവും അൻഷുൽ വരച്ചത് വേറൊരു രൂപവുമാണ്. ധീരജ് സെഡ് ഹി ഹാഡ് ലുക്ക്ഡ് അറ്റ് ദ കാർ ഫ്രം ദി ടെറസ്. ഡു യു തിങ്ക് ഹിസ് ഫണ്ണി ഡ്രോയിങ് ഈസ് റൈറ്റ്? ധീരജ് പറഞ്ഞു, അവന് ടെറസിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട കാറിൻ്റെ ചിത്രമാണ് വരച്ചിട്ടുള്ളത്. ടെറസിൻ്റെ മുകളിൽ കയറി കാറ് താഴെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ട കാറിൻ്റെ ചിത്രമാണ് ആര് വരച്ചത്? ധീരജ് വരച്ചിരിക്കുന്നത്. അപ്പം ഞാൻ വരച്ചത് ശരിയല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കണ്ടത്, അപ്പം ഞാൻ വരച്ചത് ശരിയല്ലേ? ഹാവ് യു ലുക്ക്ഡ് അറ്റ് തിങ്സ് ഫ്രം ഡിഫറെൻറ്റ് സൈഡ്സ്? ഓരോ വസ്തുവും വ്യത്യസ്ത ഭാഗങ്ങളിൽ നോക്കുമ്പോൾ ഒരേപോലെയാണോ തോന്നുക? ഓരോ വശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴും ഓരോ ആകൃതിയായിരിക്കും ഓരോ വസ്തുവിനും. മുകളിൽ കയറിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ മുകൾ ഭാഗമാണ് കാണുക, അപ്പോൾ മുകൾ ഭാഗം വേറൊരു ആകൃതിയിലായിരിക്കും. വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ വേറൊരു രീതിയിലായിരിക്കും. അതിന് മുന്നിൽ നിന്ന് നോക്കുമ്പോൾ അത് വേറൊരു രീതിയിലായിരിക്കും. ഡു ദേ ലുക്ക് ദ സെയിം ഓർ ഡിഫറെൻറ്റ്? അതോ ഒരേ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഒരേപോലെയാണോ അതോ വ്യത്യസ്തമാണോ? ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഡ്രോൺ ഹിയർ. ഹൗ ഡസ് ദ ടേബിൾ ലുക്ക് ഫ്രം ദി സൈഡ്? വിച്ച് പിക്ചർ ഈസ് ഫ്രം ദ ടോപ്പ്? എന്താ പറഞ്ഞത്? ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഡ്രോൺ ഹിയർ. ഇവിടെ തന്നിട്ടുള്ള ആ ചിത്രങ്ങളിലേക്ക് ഒന്ന് നോക്കൂ. എന്നിട്ടോ ഹൗ ഡസ് ദ ടേബിൾ ലുക്ക് ഫ്രം ദി സൈഡ്? ടേബിളിൻ്റെ സൈഡിൽ നിന്ന് കാണുന്നതും മുകളിൽ നിന്ന് കാണുന്നതും ഉള്ള വശങ്ങളൊക്കെ ഏതാണെന്നുള്ളത് നിങ്ങളോടൊന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മുകളിൽ നിന്ന് കാണുമ്പോൾ മേശ ഏത് രീതിയിലാണ് തോന്നുക? ഒരു ഇതുപോലെ ഒരു പരയ കഷ്ണം ഇരിക്കുന്ന പോലെ തോന്നുക. വശങ്ങളിൽ നോക്കുമ്പോഴോ 4 കാലും ഈ സൈഡും ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് സൈഡ് വ്യൂ, ഇത് ടോപ്പ് വ്യൂ. സം പിക്ചേഴ്സ് ആർ ഡ്രോൺ ബിലോ. Imagine how these things will look if seen from the
ടോപ്പ്. താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് വരച്ച് കാണിച്ചിരിക്കുന്നു. കണ്ടോ? കുക്കർ, ചെരുപ്പ്, വാട്ടർമെലോൺ, ടേബിള്. അതിൻ്റെ ടോപ്പ് വ്യൂ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആകൃതി ഇതുപോലെ ആയിരിക്കും. മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് കുക്കറിൻ്റെ മുകൾ സൈഡ്, ചെരുപ്പിൻ്റെ മുകൾ ഭാഗം, ഇതിൻ്റെ മുകൾ ഭാഗം, ഇതിൻ്റെ മുകൾ ഭാഗം. അപ്പം നിങ്ങളോട് ഉദ്ദേശിച്ചത് ടോപ്പ് വ്യൂവും സൈഡ് വ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രാക്ടീസ് ടൈം. എ ക്യാറ്റ് ഈസ് പീപ്പിംഗ് ഇൻ ടു എ ക്ലാസ് റൂം. ക്യാൻ യു ഹെൽപ്പ് ഹെർ ഫൈൻഡ് ഔട്ട് വെർ ദ ടീച്ചർ ഈസ്. പൂച്ച മുകളിലിരുന്ന് ക്ലാസ് ശ്രദ്ധിക്കുകയാണ്. അപ്പം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അതൊന്ന് പൂച്ചയ്ക്ക് ടീച്ചർ എവിടെയാണെന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കുക. അതിലെവിടെയാണ് ടീച്ചർ നിൽക്കണമെന്ന് പൂച്ചയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കൂ. താഴെ ഹിയർ ആർ സം പിക്ചേഴ്സ്. ഫൈൻഡ് ഔട്ട് ഫ്രം വെർ യു ഹാവ് ടു ലുക്ക് ടു സീ ദ തിങ്സ് ദിസ് വേ. എന്താ പറഞ്ഞത്? താഴെ കുറേ പിക്ചർ തന്നിട്ടുണ്ട്. അതൊക്കെ എവിടെ നിന്ന് കാണുമ്പോഴുള്ള വ്യൂ ആണെന്നാണ് പറയേണ്ടത്. അതൊക്കെ എവിടെ നിന്ന് കാണുമ്പോഴുള്ള വ്യൂ ആണ്. നമ്മൾ ആ വസ്തുവിനെ ഏത് ഭാഗത്ത് നിന്നാണ് കാണുന്നത്. ഒന്നാമത്തെ സ്റ്റെയർ കേസ്. ഒരു കോണിയുടെ ഈ സൈഡ് കാണണമെങ്കിൽ, ഈ വശം കാണണമെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ ആ വസ്തുവിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് നോക്കുന്നത്? സൈഡ് വ്യൂ അല്ലേ? ഇത് പിന്നെ കാണുന്ന സ്റ്റെപ്പ് കയറി പോകുന്നത്. അപ്പോൾ ഇത് ഏത് ഭാഗമായിരിക്കും? സൈഡ് വ്യൂ. സ്റ്റെയർ കേസിൻ്റെ സൈഡ് വ്യൂ ഒരു സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടു. ഇത് ഫ്രണ്ട് വ്യൂ അല്ലേ? മുൻഭാഗത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ടേബിളിൻ്റെത്, ടേബിൾ ഒരു പലകയുള്ള കാണുന്ന ടേബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് വ്യൂ. ചെയർ സൈഡ് വ്യൂ. പെൻസില് ടോപ്പ് വ്യൂ. ബസ് സൈഡ് വ്യൂ. ബസ് സൈഡിൽ നിന്നാണ് കാണുന്നത്. ഡ്രോ ടോപ്പ് വ്യൂസ് ഓഫ് എ few things and ask your friends to guess what they are. എന്താണ്? നിങ്ങളോട് ടോപ്പ് വ്യൂ, ഓരോ വസ്തുവിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ചിത്രം വരച്ചിട്ട് നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിക്കൂ ഇത് ഏതാണ് വസ്തു എന്നുള്ളത്. അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ വരച്ചിട്ട് അതിൻ്റെ ഓരോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2-3 വസ്തുക്കളുടെ ടോപ്പ് വ്യൂ വരയ്ക്കാൻ. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് വരയ്ക്കേണ്ടത്. ടോപ്പ് വ്യൂ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രംഗോലി. ഹാവ് യു എവർ മെയ്ഡ് എ രംഗോലി? രംഗോലി പറഞ്ഞാൽ കോലങ്ങൾ. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കോലങ്ങൾ ഇങ്ങനെ വീടിൻ്റെ മുൻഭാഗത്ത് രാവിലെ മാവ് കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. മൈ ഫ്രണ്ട് മീനാക്ഷി മേക്സ് ബ്യൂട്ടിഫുൾ ഫ്ലോർ പാറ്റേൺസ്. മാവ് കൊണ്ട് നല്ല മനോഹരമായ കോലങ്ങൾ വരയ്ക്കുന്നു. ഈ കുട്ടിയുടെ കൂട്ടുകാരി കോലങ്ങൾ വരയ്ക്കുന്നു. ചിത്രം തന്നിട്ടില്ലേ? വിവിധ രൂപങ്ങൾ വരച്ച് കണ്ടില്ലേ? ഐ ആം മീനാക്ഷി. I am belong to Tamil Nadu. We make column patterns every morning. They are made by using dots. അവർ തമിഴ്നാട്ടുകാർ എന്നും രാവിലെ കോലങ്ങൾ വരയ്ക്കും. അത് അവരുടെ ഒരു ആചാരമാണ്. അവർക്ക് ഐശ്വര്യം കൊടുക്കുന്ന, അത് ഐശ്വര്യം, ആ വീടിൻ്റെ ഐശ്വര്യമാണ് അങ്ങനെ വരയ്ക്കുന്നതെന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അവരെന്നും കോലങ്ങൾ വരയ്ക്കും. വ്യത്യസ്ത രൂപങ്ങളൊക്കെ ആയിരിക്കും അവർ വരയ്ക്കുന്നത്. ഈ കുട്ടി ഇങ്ങനെ കുത്തുകൾ ഇട്ടിട്ട് ആ കുത്തുകൾ ഉപയോഗിച്ചിട്ടാണ് കോലം വരയ്ക്കുന്നത്. യു ക്യാൻ ഓൾസോ ട്രൈ ദ യൂസ് ഓഫ് ദി ഡോട്ട്സ് ഗിവൺ ബിലോ ടു മേക്ക് പാറ്റേൺസ്. ടു എക്സാമ്പിൾ ഹാവ് ബീൻ ഡ്രോൺ ഹിയർ. നിങ്ങളോടും കോലങ്ങൾ വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കുറേ കുത്തുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ കോലങ്ങൾ വരച്ചോളൂ. ഇത് തന്നെ വരച്ചാലും മതി. കണ്ടോ? ഇവിടെ തന്നുള്ള വ്യത്യസ്ത രീതിയിൽ ആ കുത്തുകളൊക്കെ യോജിപ്പിച്ചിട്ട് കോലങ്ങൾ വരയ്ക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ആ കോലങ്ങൾ തന്നെ ആ കുത്തുകളൊക്കെ യോജിപ്പിച്ചിട്ട് വരയ്ക്കാൻ. മേക്ക് അതർ പാറ്റേൺസ് യുവർ സെൽഫ്. പിന്നെ നിങ്ങൾ കുറച്ചെണ്ണം തന്നെ ഒന്ന് വരച്ചു നോക്കൂ. എന്താണ്? കോപ്പി ദീസ് ഷേപ്സ് ഓൺ ദ ഡോട്ട് ഗ്രിഡ്. നോട്ട് ദാറ്റ് സം ലൈൻസ് ഇൻ ദ ഷേപ്സ് ആർ സ്ട്രെയിറ്റ് ആൻഡ് സം നോട്ട്. എന്താണ്? താഴെ കോലങ്ങൾ തന്നിട്ടുണ്ട്. അത് ചിലത് നേരെയാണ്, സ്ട്രെയിറ്റ് ആണ്. ചിലതാണെങ്കിൽ നോട്ട് സ്ട്രെയിറ്റ് അല്ല, തിരിഞ്ഞു മറിഞ്ഞൊക്കെ വളഞ്ഞിട്ടൊക്കെയാണ് അവർ വരച്ചിരിക്കുന്നത്. ഇവിടെ ഈ കുത്തിൽ നിന്ന് ഇവിടേക്ക് വരച്ചു, അവിടെ നിന്ന് വളച്ച് ഇതിലേക്ക് വരച്ചു, ഇതിൽ നിന്ന് ഇങ്ങനെ വരച്ചു. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണമെന്നില്ല, തിരിച്ചും മറിച്ചൊക്കെ. ഈ കുത്തുകളുടെ മാത്രമേ കോലങ്ങൾ വരയ്ക്കാവൂ. കുത്തുകളിലൂടെ വേണം
വരയ്ക്കാൻ. താഴെ നിങ്ങൾക്ക് സ്ഥലം തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഇഷ്ടം പോലെ പിന്നെ കോലങ്ങൾ വരയ്ക്കും. താഴെ വീണ്ടും യൂസ് ദ ഡോട്ട് ഗ്രിഡ് ബിലോ given below to draw your own design and the shapes. താഴെ ഈ തന്നിരിക്കുന്ന ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോലങ്ങൾ വരയ്ക്കാൻ. അതിന് താഴെ തന്നിരിക്കുന്നതിൽ സ്ക്വയേഴ്സും റെക്റ്റാങ്കിൾസും വരയ്ക്കാൻ. അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കൂ. Question number 4. On the dot grid given below, draw the following. താഴെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ത് തന്നെയാണ്? കുറേ കുത്തുകൾ തന്നിട്ടുണ്ട്. അവിടെ ചിത്രങ്ങൾ വരയ്ക്കാനാണ് പറയുന്നത്. എ കൈറ്റ്, എ ലീഫ്, എ ഫ്ലവർ, എ ബോട്ട്, എ സ്റ്റാർ, എ പോട്ട്. ഒരു പട്ടം വരയ്ക്കണം, ഒരു ഇല വരയ്ക്കണം, ഒരു ഫ്ലവർ വരയ്ക്കണം, ഒരു ബോട്ട്, ഒരു നക്ഷത്രം, ഒരു കുട. ഇതൊക്കെ നിങ്ങൾ ആ കുത്തുകൾ യോജിപ്പിച്ചിട്ട് ഒന്ന് വരച്ചു നോക്കൂ. നെക്സ്റ്റ്, വൺ ഡേ ആമിന മെറ്റ് എ പെയിൻറ്റർ. അതൊരു ചെറിയൊരു കഥയാണ്. ആമിന ഒരു ചിത്രം വരയ്ക്കുന്ന ആളെ കണ്ടു. ക്യാൻ യു മേക്ക് മൈ പിക്ചർ? നിങ്ങൾക്ക് എൻ്റെ ചിത്രം ഒന്ന് വരയ്ക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ വരച്ചു തരൂ? പറഞ്ഞു. യെസ് ഷുവർ, ഐ ചാർജ് Rs 200 ഫോർ ഇറ്റ്. ഞാൻ വരച്ചു തരാം, അതിന് എനിക്ക് 200 രൂപ വേണം. ആഫ്റ്റർ എ വൈൽ ദ പെയിൻറ്റർ ഷോഡ് ഹെർ ദ പിക്ചർ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പെയിൻറ്റർ അവളുടെ ചിത്രം കാണിച്ചു. ആമിന, ഹൗ ഡു യു ലൈക്ക് ഇറ്റ്? ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചോളൂ. ബട്ട് ദിസ് ഇസ് ഓൺലി ഹാഫ്. ഇത് എൻ്റെ പകുതിയല്ലേ ഉള്ളൂ. ആമിനേൻ്റെ പകുതി മാത്രമേ ഉള്ളൂ അയാൾ വരച്ചിട്ട്. ദ അതർ ഹാഫ് ഈസ് എക്സാക്ട്ലി ദ സെയിം. ഇതിൻ്റെ പകുതി ഭാഗം വരച്ചിട്ടുള്ളൂ, മറ്റേ ഭാഗം ഇതുപോലെ തന്നെയാണ് പെയിൻറ്റർ ഇവളോട് പറഞ്ഞു. സോ ജസ്റ്റ് പുട്ട് എ മിറർ ടു ഗെറ്റ് ദ കംപ്ലീറ്റ് പിക്ചർ. നീ ഈ ചിത്രം കൊണ്ടുപോയിട്ട് കണ്ണാടിയുടെ അടുത്ത് വെച്ച് നോക്കൂ. അപ്പം നിങ്ങൾക്ക് നിൻ്റെ മറ്റേ വശവും കിട്ടും. നൗ ഐ ഹാവ് മൈ മണി. നീ ഇപ്പോൾ എൻ്റെ പണം തരൂ. 200 rupees വേണമെന്ന് പറഞ്ഞില്ലേ? ആമിന ഗേവ് ഹിം എ 100 rupee നോട്ട്. ആമിന എന്ത് കൊടുത്തു? അയാൾക്ക് ഒരു 100 രൂപ നോട്ട് കൊടുത്തു. ബട്ട് ദിസ് ഈസ് ഓൺലി ഹാഫ് ദ മണി. ഇതാ പണത്തിൻ്റെ പകുതിയല്ലേ ഉള്ളൂ. പിന്നെ പെയിൻറ്റർ ചിത്രകാരൻ അവളോട് ചോദിച്ചു. ദ അതർ ഹാഫ് ഈസ് എക്സാക്ട്ലി ദ സെയിം. ഇതിൻ്റെ പിന്നെ ഇനി ഒരു 100 രൂപ കൂടി കൊടുക്കണം. അത് ഇതുപോലെ തന്നെയാണ്. 100 പ്ലസ് 200 അല്ലേ? 200 നോട്ടുകൾ ചേർന്നാലേ 200 കിട്ടൂ. അപ്പോൾ ഒരു 100 രൂപ നോട്ടാണ് കൊടുത്തത്. പറയാണ് ഇനിയുള്ളത് ഇതുപോലെ തന്നെയാണ്. സോ ജസ്റ്റ് പുട്ട് എ മിറർ നെക്സ്റ്റ് ടു ദ നോട്ട് ടു ഗെറ്റ് ദ ഫുൾ മണി. അവൾ പറയാണ്, നിങ്ങൾ ഈ 100 രൂപ നോട്ട് കൊണ്ടുപോയിട്ട് കണ്ണാടിയുടെ അടുത്ത് ഇങ്ങനെ ചാരി വെച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത 100 രൂപ നോട്ട് കിട്ടും. കുട്ടിയോട് അതല്ലേ പറഞ്ഞത്? അപ്പോൾ അവൾ തിരിച്ചു അയാളോട് അങ്ങനെ പറഞ്ഞു. കണ്ണാടി വെച്ച് നോക്കിയാൽ അതേപോലത്തെ ഒരു 100 രൂപ നോട്ട് കിട്ടും. നെക്സ്റ്റ്, ദ പെയിൻറ്റർ ഹാഡ് മെയ്ഡ് മെനി സച്ച് പിക്ചേഴ്സ് ഇൻ വിച്ച് he drew only one half of the things. Draw the other half of these pictures and find out what these things are. Try do it with the mirror. എന്താ പറഞ്ഞത്? ചിത്രകാരൻ പല ചിത്രങ്ങളും പകുതി വരച്ച് നിർത്തിയിരിക്കുന്നു. കണ്ണാടിയുടെ സഹായത്തോടെ നിങ്ങൾക്കവ പൂർത്തിയാക്കാമോ? പിന്നെ ഈ ചിത്രങ്ങൾ കണ്ണാടിയുടെ അടുത്ത് വെച്ച് നോക്കി അതിൻ്റെ പകുതി കിട്ടും. അപ്പോൾ അതുകൂടി അങ്ങനെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ ഈ ചിത്രത്തിൻ്റെ ബാക്കി വരയ്ക്കുക. നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ എന്തായിരിക്കും അതിൻ്റെ ബാക്കിന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതവിടെ ഒന്ന് വരച്ചു ചേർക്കൂ. നെക്സ്റ്റ്, ക്യാൻ വി റിപ്പീറ്റ് ദ പെയിൻറ്റേഴ്സ് ട്രിക്ക് വൈൽ ഡ്രോയിങ് ദ പിക്ചേഴ്സ് ഓഫ് ദ ഫോളോവിങ്. താഴെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഒച്ച, ഒരു കപ്പ്, പിന്നെ ഒരു ഫ്ലാഗ് അല്ലേ? അതിൻ്റെ പകുതിയാക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ആ നീളത്തിലുള്ള ആ ജീവിയുടെയും ആ കപ്പിൻ്റെയും ഫ്ലാഗിനെയൊക്കെ പകുതിയാക്കി നമ്മൾ കണ്ണാടി പകുതി ചെയ്താൽ അത് ശരിയാവുമോ? ഇല്ല. അതിന് നമുക്ക് പകുതിയാക്കിയാൽ അതിൻ്റെ പകുതി ഭാഗം ഒരുപോലെ കിട്ടില്ല. ഇഫ് യു ആസ്ക് ദ പെയിൻറ്റർ ടു ഡ്രൂ തിങ്സ് വിച്ച് കനോട്ട് ബി ഡിവൈഡഡ് ഇൻറ്റു 2 സിമിലർ മിറർ ഹാഫ്സ്. എന്താണ്? ഇതിന് നമുക്ക് സിമിലർ ആയിട്ട് കിട്ടില്ല. വെൻ ഹി cannot play the trick, draw 3 more such things which do not have similar mirror halves. എന്താണ്? നിങ്ങളോട് ഇങ്ങനെ നമ്മൾ മുറിച്ചാൽ പകുത്തു കഴിഞ്ഞാൽ രണ്ട് ഭാഗവും ഒരുപോലെ അല്ലാത്ത മറ്റു
3 ചിത്രങ്ങൾ കൂടി വരയ്ക്കാനാണ് അവിടെ പറയുന്നത്. പകുതി പകുത്ത് കഴിഞ്ഞാൽ ഒരേപോലെ ആവരുത്. അങ്ങനത്തെ ഒരു 3 ചിത്രങ്ങൾ കൂടി നിങ്ങൾ അവിടെ വരയ്ക്കുക. അതിനുള്ള സ്ഥലമാണ് അവിടെ തന്നിരിക്കുന്നത്. നെക്സ്റ്റ്, മിറർ ഹാഫ്സ്. Look at the pictures given below. Does the dotted line divided each picture into similar mirror halves? എന്നാൽ താഴെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അത് കുത്തുകൾ ഇട്ടത് അത് മുറിച്ചിരിക്കുകയാണ്, ആ ഭാഗത്ത് മുറിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കതിൻ്റെ ആ മുറിച്ച ഭാഗം മറ്റേ ഭാഗത്ത് ഇല്ല. സിമിലർ എന്താ പറയുക, ഒരു വസ്തു നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ട് ആ മുറിച്ച ഭാഗമാണ് കണ്ണാടിയിൽ വെക്കുന്നത്. അപ്പോൾ അതേപോലത്തെ ഭാഗമാണ് മറ്റൊടത്ത് കിട്ടേണ്ടത്. അപ്പോൾ ഈ ചിത്രങ്ങൾക്ക് അങ്ങനെയൊക്കെ ഏതൊക്കെ ചിത്രങ്ങൾക്ക് ഒരുപോലത്തെ ഭാഗങ്ങൾ കിട്ടും, അങ്ങനെ 2 ഭാഗവും ഒരേപോലെയുള്ളത് ഏതൊക്കെ വസ്തുക്കൾ കിട്ടും, ഏതൊക്കെ വസ്തുക്കൾ കിട്ടില്ല എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആദ്യത്തെ ചിത്രം ഇതിനിങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് ഇതിന് നടുഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം കൊണ്ടുപോയി കണ്ണാടിയിൽ വെച്ച് നോക്കിയാൽ കട്ടായ ഭാഗം കിട്ടുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ചേച്ചി കുറച്ചെണ്ണം വരച്ചിട്ടുണ്ട്, എല്ലാതും വരച്ച് കാണുക. ഇതാണ് ഒന്നാമത്തെ പിക്ചർ. ഇതാ ഇങ്ങനെയാണ് ഒന്നാമത്തെ പിക്ചർ അല്ലേ. ചിത്രത്തിലേക്ക് നോക്കൂ, ഒന്നാമത്തെ പിക്ചർ ഇങ്ങനെയാണ്. ഇതിന് നമ്മൾ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞിട്ട് ഇത് കണ്ണാടിയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ച് നോക്കണം. കണ്ണാടിയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ച് നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരാകൃതി കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ചിത്രത്തിനെ ഈ ത്രികോണത്തിനെ ഞാൻ അങ്ങനെ കണ്ണാടിയിൽ കൊണ്ടുപോയി വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് കണ്ണാടി സൂത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൃത്യമായി മുറിച്ചാൽ കണ്ണാടി സൂത്രം ഇതിൽ ഉപയോഗിക്കാം. ഈ ചിത്രത്തിന് അത് പറ്റും. ഇനി വേറെ ചിത്രങ്ങൾ എടുത്ത് നോക്കൂ. ഈ ചിത്രമാണ്. ഇത് ഞാൻ പേപ്പറിൽ വെട്ടിയെടുത്തു. ആ ചിത്രത്തിന് ഒന്നും ഇങ്ങോട്ട് മാറിയിട്ടാണ്. ഇതാണ് ആ പേപ്പറിൽ വെട്ടിയെടുത്തു. ഇത് അവിടെ മുറിച്ചിട്ട് ഞാൻ കണ്ണാടിയിൽ കൊണ്ടുപോയി ഭാഗം വെച്ച് നോക്കി. പക്ഷേ ഇത് ശരിയാവുന്നില്ല. ഇതിങ്ങനെ വെച്ച് നോക്കിയാൽ ഇതുപോലെ ഈ ഭാഗം കിട്ടണം. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ അത് ശരിയാവണില്ല. ഇത് കണ്ണാടിയിൽ കൊണ്ടുപോയി വെച്ചാൽ ഈ ഭാഗത്തെ പോലെ ഈ ഭാഗം കിട്ടണില്ല. ഇത് ഈ വലിയ ചതുരം ഇത് കിട്ടണില്ല. ഇനി വേറെ ഒരു ടീ ഉണ്ട്. അതിൽ ടീ ആ ഡോട്ടിട്ട ഭാഗമാണ് മുറിക്കേണ്ടത്. അപ്പോൾ ഡോട്ടിട്ട ഭാഗം മുറിച്ചിട്ട് ഞാൻ കണ്ണാടിയിൽ കൊണ്ടുപോയി ഇത് വെച്ചു. അപ്പോൾ ഇവിടെ ഒരു ടീൻ്റെ റൈറ്റ് സൈഡ് ഇവിടെ കണ്ണാടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ബി ചെയ്തു. ഞാൻ ബി ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെയാണ് നടുവാണ് മുറിക്കേണ്ടത്. ഇത് കണ്ണാടിയിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ ബി ആയി വരുന്നില്ല. അപ്പോൾ ഇത് പറ്റില്ല. പിന്നെ ഞാൻ എം ചെയ്തു. എം വരച്ചു, നടു മുറിച്ചു, കണ്ണാടിയിൽ വെച്ചു. അപ്പോൾ കണ്ണാടി സൂത്രം ഉപയോഗിച്ച് നോക്കുമ്പോൾ എം വരുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ വരച്ചിട്ട് നടു മുറിച്ചിട്ടോ അല്ലെങ്കിൽ മടക്കിയിട്ടോ ഒന്ന് ചെയ്തു നോക്കൂ. ഏതൊക്കെ ചിത്രങ്ങൾ കണ്ണാടി സൂത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അതിനൊക്കെ ഒന്ന് ടിക്ക് ഇട്ട് വെക്കൂ. കണ്ണാടി സൂത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കൾക്കൊക്കെ ഒന്ന് 2 റെക്റ്റാങ്കിൾസിനും കണ്ണാടി സൂത്രം ഉപയോഗിച്ചിട്ട് ആ ഡോട്ട് ഇട്ടതിൽ ചെയ്യാൻ പറ്റുന്നില്ല. 2 ഇതിനും ചെയ്യാൻ സാധിക്കുന്നില്ല, ഇതിനും ചെയ്യാൻ സാധിക്കുന്നില്ല. എമ്മിന് കിട്ടുന്നുണ്ടായിരിക്കും, ഇതും നിങ്ങൾ ചെയ്ത് നോക്കി, ഇത് കിട്ടുന്നുണ്ടായിരിക്കും. ഏതൊക്കെ അങ്ങനെ കിട്ടും, ഏതൊക്കെ അങ്ങനെ കിട്ടില്ല എന്നുള്ളത്. പിന്നെ എന്താ പറയുക, ഗിവ് സം മോർ എക്സാമ്പിൾ. നിങ്ങളോട് തന്നെ കുറച്ചെണ്ണം കിട്ടുന്നതും കിട്ടാത്തതുമായിട്ട് ഇവിടെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടുന്നതിന് ശരിയിട്ട് വെച്ചാൽ മതി.